നിന്റെ വാക്കെപ്പോഴും സത്യവും കൃപയും നിറഞ്ഞതായിരിക്കട്ടെ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നാം ആരോട് സംസാരിച്ചാലും, നാം ആരോട് അടുത്ത് ഇടപഴകിയാലും നിങ്ങളുടെ വാക്കെപ്പോഴും സത്യമായിരിക്കണം. എങ്കിൽ നിങ്ങൾ വിജയിച്ചു. കാരണം നിങ്ങൾ നുണ പറയുന്നില്ല. നിങ്ങൾ അസത്യം കൊണ്ടൊന്നും നേടാനും ആഗ്രഹിക്കുന്നില്ല. അസത്യത്തെ നിങ്ങൾ തീർത്തും അവഗണിക്കുക. അസത്യം കൊണ്ട് നിങ്ങൾ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. കൂടാതെ കൃപയും നിങ്ങളുടെ വാക്കുകളിലുണ്ടാകട്ടെ. കൃപ എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാളോട് തോന്നുന്ന കാരുണ്യമാണ്. മറ്റുള്ള ഒരാളുടെ ദയനീയാവസ്ഥ കണ്ട് കൃപ തോന്നുക. അങ്ങനെ മുകളിലുള്ള ശക്തിയും നിങ്ങളോട് കൃപ കാണിക്കും. അങ്ങനെ നിൻ്റെ വാക്കെപ്പോഴും സത്യവും കൃപയും നിറഞ്ഞതായിരിക്കട്ടെ. അങ്ങനെ നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.